സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളൊക്കെ കൂടുതൽ സമയം മൊബൈൽ, കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് അങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ ആകുമ്പോഴത്തേക്കും കണ്ണിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് പ്രായം കൂടെ ആകുമ്പോൾ ഒരു 45-50 എത്തുമ്പോഴത്തേക്കും ഡ്രൈ ഐസ്, കണ്ണിന് വരൾച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ ടിയർ ഡ്രോപ്സിൻ്റെ ഒക്കെ ഉൽപ്പാദനം കുറഞ്ഞിട്ട് കണ്ണിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട് കണ്ണ് വരേണ്ടതാകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിൽ കരട് പോയ പോലെ ഒരു ഫീലിങ്, ആ ജലാംശം നഷ്ടപ്പെടുമ്പം അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാകും. അപ്പോഴാണ് ഡോക്ടറെ കാണുന്നത് നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് അതൊഴിക്കാൻ വേണ്ടി നമ്മളോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് 3 നേരം ഒഴിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുക, ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ്. അപ്പം കണ്ണിൻ്റെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾക്ക് ഏതൊക്കെ ഐ എക്സസൈസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ കണ്ണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ണിൻ്റെ ഐബോൾസ് മൂവ് ചെയ്യുക. വിത്തൗട്ട് നമ്മുടെ ഫേസ് മൂവ് ചെയ്യാതെ. ലെഫ്റ്റ്, സ്ലോലി റൈറ്റ്, വീണ്ടും ലെഫ്റ്റ്, സാവധാനം റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ ഐബോൾസ് മൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകണം. ഓക്കെ, ഇതൊരു 10 തവണ ചെയ്യുക. ദെൻ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ഡൗൺ, 2 സെക്കൻഡിൽ ഹോൾഡ് ചെയ്യണം. അപ്പ്, ഐബോൾസിനോടൊപ്പം നമ്മുടെ മനസ്സ് മൂവ് ചെയ്യണം. ഐബോൾസിനെ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത്. ഈ ഒരു മൂവ്മെൻറ്റും 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണർ നോക്കുക, ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലോട്ട് നോക്കുക. 1 2 3, ഇതും 10 തവണ. ദെൻ ഈ ഓപ്പോസിറ്റ് കോർണർ ഒരു ഇൻറ്റു വരച്ചാൽ എങ്ങനെ, അതുപോലെ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് 1 2 3. ഈ ഒരു മൂവ്മെൻറ്റ് 10 ടൈംസ് ചെയ്യുക. ദെൻ നമ്മുടെ കണ്ണിൻ്റെ ബോൾസ് സ്ലോലി റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സാവധാനം റൊട്ടേറ്റ് ചെയ്യുക. കണ്ണിൻ്റെ എക്സസൈസൊക്കെ വളരെ സ്ലോലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. താഴെ നിന്ന് സൈഡിലേക്ക്, മേളിലേക്ക്, ഈ സൈഡിലേക്ക്, ഇങ്ങനെ 1 ദെൻ 2 ദെൻ 3. ഇനി ഓപ്പോസിറ്റ് 1 2 3. ഞാൻ 3 തവണ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ സമയം അനുസരിച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്യുക. ദെൻ നമുക്ക് കണ്ണിൻ്റെ ബ്ലിങ്കിങ്, നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ചുറ്റുമുള്ള നെർവ്സിന് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് കാര്യമായിട്ട് നടക്കാതെ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒന്നും ഇരു സൈഡിൽ സ്ലൈറ്റ് പ്രഷർ കൊടുത്ത് പിടിക്കുക. എന്നിട്ട് മേളിലോട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി മേളിലോട്ടാക്കിയിട്ട് ബ്ലിങ്ക് ചെയ്യുക. ഫസ്റ്റ് എടുക്കുക സാധാരണ പോലെ, പിന്നെ വീണ്ടും മേളിലേക്ക് നോട്ടം വേണം. ഇങ്ങനെ കുറേ തവണ ബ്ലിങ്ക് ചെയ്യുന്നു. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തത് ഈ കണ്ണിൻ്റെ ഈ കോർണറിൽ 2 വിരൽ പിടിക്കുക, ഈ കോർണറിൽ ഈ വിരൽ പിടിക്കുക. എന്നിട്ട് കണ്ണൊന്ന് ചുരുക്കുക, എന്നിട്ട് നോർമലാക്കുക. വീണ്ടും ചുരുക്കുക, ഒരു 2-3 സെക്കൻഡ് അതുപോലെ ഇരിക്കുക. വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക,
ഹോൾഡ് ഫോർ 3 സെക്കൻഡ്സ്, എക്സ്പാൻഡ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് പലതവണ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് കണ്ണ് നല്ല തുറച്ച് പിടിച്ചിട്ട് നമ്മുടെ മൂക്കിൻ്റെ ടിപ്പിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണ് തുറച്ച് പിടിക്കുക. ഈ മൂക്കിൻ്റെ ടിപ്പിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. പറ്റുന്ന അത്രയും സമയം ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ കണ്ണിന് അസ്വസ്ഥത തോന്നും, അപ്പോൾ നിർത്തുക. നോർമൽ പൊസിഷൻ വരിക. വീണ്ടും ചെയ്യുക. വീണ്ടും റിലാക്സ് ചെയ്തിട്ട് വീണ്ടും കണ്ണ് വീഴ്ച് ശ്രദ്ധ മൂക്കിൻ്റെ ടിപ്പിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പുരികത്തിൻ്റെ മുകളിലേക്ക് കണ്ണ് കൊണ്ടുവരിക. ഇതുപോലെ ഈ മധ്യത്തെ പുരികങ്ങളുടെ മധ്യത്തിലേക്ക് നമ്മുടെ നോട്ടം. തല ഉയർന്നിങ്ങനെ പോകരുത്. തല നേരെ വെച്ചിട്ട് നോട്ടം മേളിൽ പുരികങ്ങളുടെ മധ്യത്തിൽ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ണ് നിറയും. അപ്പം നമുക്ക് റിലാക്സ് ചെയ്ത് വീണ്ടും നോക്കാം. ഇതും നിങ്ങൾക്ക് പറ്റുന്ന എത്ര സമയം, നിങ്ങളുടെ സമയം അനുവദിക്കുന്നതനുസരിച്ച് എത്ര ആവർത്തിയും ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്നു. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണിൻ്റെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് തള്ളവിരലിലേക്ക് നമ്മൾ അതിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ ഒരു 10 സെക്കൻഡ് നോക്കിയിരിക്കുക. എന്നിട്ട് ആ നോട്ടം ദൂരേക്ക് കൊണ്ടുപോവുക. ദൂരെ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കി 10 സെക്കൻഡ് ഇരിക്കുക. വീണ്ടും ഈ വിരലിൻ്റെ അറ്റത്തോട് നോട്ടം കൊണ്ടുവരിക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നോട്ടം. ഗ്രാജുവലി ദൂരെയുള്ളൊരു വസ്തുവിലേക്ക് നോട്ടം ഉറപ്പിക്കുക. അതായത് അടുത്തുള്ള ഒരു വസ്തുവിൽ കുറച്ച് നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നോട്ടം ഉറപ്പിക്കുക. അവിടെ നിന്ന് ദൂരെ ഒരു വസ്തുവിലേക്ക് നമ്മുടെ നോട്ടം കൊണ്ടുപോവുക. അത് കണ്ണിന് പറ്റിയൊരു നല്ല എക്സസൈസാണ്. ദെൻ യു ക്യാൻ ഡു ഇങ്ങനെ പിടിച്ചിട്ട് മുഖം തിരിക്കാതെ ഈ വിരലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. നോട്ടം മാത്രം. വിരലിൻ്റെ അറ്റത്ത് നോട്ടം. ഇത് മറ്റേ കൈകൊണ്ട് ചെയ്യാം. അപ്പം മാത്രം, മുഖം തിരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഐബോൾസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഐബോൾസ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ കണ്ണ് കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സസൈസ് ചെയ്യുക. നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, കൂടുതൽ സമയം സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ഡ്രൈ ഐസ്, ഇതൊക്കെ മാറ്റാൻ ഉപയോഗിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെയ്തേ.